നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് കോൺകക്കാഫ് ചാമ്പ്യൻസ് കപ്പിൽ നടന്ന പ്രീ ക്വാർട്ടർ പോരാട്ടത്തിൽ അമേരിക്കൻ ക്ലബ്ബായ ഇന്റർ മയാമി സമനിലയാണ് വഴങ്ങിയിട്ടുള്ളത്. നമുക്കറിയാം, നാഷ്വില്ലെ എസ് ആയിരുന്നു അവരെ സമനിലയിൽ തളച്ചത്. രണ്ട് ടീമുകളും 2 ഗോളുകൾ വീതമാണ് മത്സരത്തിൽ നേടിയിട്ടുള്ളത്. നാഷ്വില്ലെ എസ് മൈതാനത്ത് വെച്ചുകൊണ്ടായിരുന്നു ഈ മത്സരം നടന്നിരുന്നത്. അവർ 2 ഗോളുകളുടെ ലീഡ് എടുക്കുകയായിരുന്നു. പിന്നീട് സൂപ്പർ താരങ്ങളായ ലയണൽ മെസ്സി, ലൂയിസ് സുവാരസ് എന്നിവർ നേടിയ ഗോളുകളാണ് ഇന്റർ മയാമിയുടെ രക്ഷക്കെത്തിയത്. ഇനിയിപ്പോൾ രണ്ടാം പാദ പ്രീ ക്വാർട്ടർ മത്സരം ഇന്റർ മയാമിയുടെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് നടക്കുക. ഈ മത്സരത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, അർജന്റീൻ പ്രതിഭയായ ഫെഡറിക്കോ റിഡോണ്ടോ മത്സരത്തിൽ ഇന്റർ മയാമിക്ക് വേണ്ടി അരങ്ങേറി എന്നുള്ളതാണ്. നമുക്കറിയാം, അദ്ദേഹത്തെ ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോയിൽ അർജന്റീൻ ക്ലബ്ബായ അർജന്റീനോസ് ജൂനിയേഴ്സിൽ നിന്നായിരുന്നു ഇന്റർ മയാമി സ്വന്തമാക്കിയിരുന്നത്. മത്സരത്തിന്റെ സ്റ്റാർട്ടിംഗ് 11-ൽ തന്നെ റിഡോണ്ടോ ഉണ്ടായിരുന്നു. അദ്ദേഹം മത്സരത്തിന്റെ അവസാനം വരെ ഏകദേശം 89ാമത്തെ മിനിറ്റ് വരെ അദ്ദേഹം കളിക്കളത്തിൽ തുടർന്നു എന്നുള്ളതാണ്. പക്ഷെ മത്സരത്തിന്റെ 26ാമത്തെ മിനിറ്റിൽ അദ്ദേഹത്തിന് ഒരു യെല്ലോ കാർഡ് വഴങ്ങേണ്ടി വന്നിരുന്നു. എതിർ താരത്തെ കൈമുട്ടുകൊണ്ട് ഇടിച്ചതിനായിരുന്നു. ഒരുപക്ഷെ റെഡ് കാർഡ് പോലും ലഭിക്കാവുന്നതായിരുന്ന ഒരു ഫൗളായിരുന്നു അദ്ദേഹം ചെയ്തിരുന്നത്. ഏതായാലും താരത്തിന്റെ അരങ്ങേറ്റം ശ്രദ്ധേയമായി. അദ്ദേഹത്തിന്റെ ആ ഒരു കണക്കുകൾ നമുക്ക് നോക്കാം. 89 മിനിറ്റാണ് കളിച്ചിട്ടുള്ളത്. ആകെ 87 ടച്ചുകൾ, അക്യുറേറ്റ് പാസുകൾ 65 ആകെ 75 പാസുകളാണ് അദ്ദേഹം നൽകിയിട്ടുള്ളത്. ക്രോസ് 1, ലോങ് ബോളുകൾ 3, അക്യുറേറ്റ് ആയിട്ടുള്ളത് 2, ഷോട്ട് ഓൺ ടാർഗറ്റ് 1, അതുപോലെ തന്നെ ഗ്രൗണ്ട് ഡുവൽസ് 6, ഏരിയൽ ഡുവൽസ് 2. ഇങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രകടനം വരുന്നത്. മാസ്മരികമായ പ്രകടനമൊന്നും അദ്ദേഹം നടത്തിയിട്ടില്ലെങ്കിലും മോശമല്ലാത്ത രൂപത്തിൽ ഈ ഒരു അർജന്റീൻ താരം കളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാം, ഒരുപാട് അർജന്റീൻ താരങ്ങൾ ഇപ്പോൾ ഇന്റർ മയാമിയിലുണ്ട്. ലയണൽ മെസ്സിയെ കൂടാതെ അതുപോലെ തന്നെ റിഡോണ്ടോ, തോമസ് അവിയസ്, നിക്കോളാസ് ഫ്രൈറെ എന്നിവരൊക്കെ കൂടാതെ ഇനിയും അർജന്റീൻ താരങ്ങളെ എത്തിക്കാനുള്ള ശ്രമങ്ങളിലാണ് ഇപ്പോൾ ഇന്റർ മയാമി ഉള്ളത്. ഏതായാലും ഇനി അടുത്തതായി നടക്കുന്ന മത്സരത്തിൽ മോൺട്രിയലാണ് ഇന്റർ മയാമിയുടെ എതിരാളികൾ. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.